Hi students, good morning. We are going to the first module, particle properties of waves. What is wave? What is particle? Particle is an entity which have mass. You know so many examples for particle. Stone is a particle. Coconut, that is another particle. Earth, that is another particle. And all of these particles have a definite mass. And if it is moving, it will have momentum. And they will obey Newton's laws of motion. We have studied about this Newton's laws of motion in high school classes. And we are coming to waves. Wave, you know so many examples for wave. Ripples produced in a pond, that is a wave. Sound, that is another wave. And light is also an example of wave. For all this, they have a definite wavelength and they have definite frequency, and they can show so many phenomena such as diffraction, interference, refraction, etc. You know what is interference? You studied it in plus 2, I think. Interference, that is the redistribution of energy which is due to the superposition of two waves. ഈ സൂപ്പർപൊസിഷൻ ഓഫ് ടു വേവ്സ് എന്ന് വെച്ചാൽ എന്താ? ഒരു പോയിന്റിൽ രണ്ട് വേവ് വരികയാണെങ്കിൽ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ രണ്ടിൻ്റെയും ഇൻസ്റ്റൻറ്റാനിയസ് ആംപ്ലിറ്റ്യൂഡിൻ്റെ സമ്മായിരിക്കും. അതിനാണ് നമ്മൾ ഇൻ്റർഫറൻസ് എന്ന് പറയുക. ഈ ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പറിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. സോ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് they are the entities having definite mass and they may have momentum, but in the case of waves they are the entities having definite wavelength. And ഈ വേവ്സ് എന്തിനാ കാര്യമായിട്ട് വരുന്നത്? എന്തിനാ കാര്യമായിട്ട് എപ്പോഴാണ് വേവ്സും കാര്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക? നമുക്കൊരു സ്റ്റോൺ പോണ്ടിലിട്ടിട്ട് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ദി സ്റ്റോൺ ഹാവ് എ ഡെഫിനിറ്റ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇത് സ്റ്റോൺ വാട്ടറിൽ തട്ടുമ്പോൾ എന്താ സംഭവിക്കുക? സ്റ്റോണിൽ നിന്നുള്ള എനർജി ആ വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ ട്രാൻസ്ഫർ ചെയ്ത എനർജി സ്റ്റോൺ നിൽക്കുന്ന ആ പോയിന്റിൽ നിന്ന് മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വേവ് അവിടെ ഉണ്ടാവുന്നത്, റിപ്പിൾസ് അവിടെ ഉണ്ടാവുന്നത്. സോ വേവ്, വി ക്യാൻ സേ വേവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ മീഡിയം ഓർ ഇറ്റ് ഈസ് എ മെത്തേഡ് ടു ട്രാൻസ്ഫർ എനർജി ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എനിവേ, പാർട്ടിക്കിൾ എന്ന് പറയുന്ന എൻറ്റിറ്റി എന്താണ്, വേവ് എന്ന് പറയുന്ന എൻറ്റിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ വേവ് എന്ന് പറയുന്നത് അതിൻ്റേതായ പ്രോപ്പർട്ടി ഉണ്ട്, പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അതിൻ്റേതായ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ നിൽക്കുന്ന 21-ാം നൂറ്റാണ്ടിലാണെങ്കിലും തൽക്കാലം നമുക്കൊരു 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലേക്ക് പോകാം. ഇപ്പോൾ ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ അതുവരെയുള്ള ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ലോസൊക്കെ വെച്ചിട്ട് വേവിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും കാണിക്കുക, പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ആയിരിക്കും കാണിക്കുക. അല്ലാതെ വേവിനൊരിക്കലും പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടിയോ അതുപോലെ പാർട്ടിക്കിളിനൊരിക്കലും വേവിൻ്റെ പ്രോപ്പർട്ടിയോ കാണിക്കാൻ പറ്റില്ല എന്നാണ് ക്ലാസിക്കൽ ഫിസിക്സ് അനുസരിച്ച് അപ്പോഴുണ്ടായിരുന്ന 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ഉണ്ടായിരുന്ന തിയറിയും ഫിസിക്സും അനുസരിച്ച് എല്ലാ സയൻറ്റിസ്റ്റും വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ചാപ്റ്ററിലും അടുത്ത ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിക്കുന്നത് മറ്റൊരു കാര്യമാണ്. എന്താണ്? വേവ് പാർട്ടിക്കിളിൻ്റെ ബിഹേവിയർ കാണിക്കും, അതുപോലെ പാർട്ടിക്കിൾ എന്തിൻ്റെ ബിഹേവിയർ കാണിക്കുന്നു? വേവിൻ്റെ ബിഹേവിയർ കാണിക്കുന്നു. നമുക്കതിലേക്ക് വരാം. അപ്പോൾ എനിവേ, യു ഗോട്ട് വാട്ട് ഈസ് വേവ് ആൻഡ് വാട്ട് ഈസ് പാർട്ടിക്കിൾ. അപ്പോൾ ഈ വേവ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എപ്പോഴൊന്ന് പറഞ്ഞു പോകേണ്ട വേവാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇലക്ട്രോഡൈനാമിക്സ് 2 എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ എനിവേ, ജസ്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്താണെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ വെലോസിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് യു ആർ ഗോയിങ് ടു സ്റ്റഡി ദാറ്റ് ഇൻ ദിസ് സെമസ്റ്റർ ഇറ്റ് സെൽഫ് ഇൻ ദ പേപ്പർ ഇലക്ട്രോഡൈനാമിക്സ് 2. Okay, then this electromagnetic waves നെ പറ്റി ആദ്യം സജസ്റ്റ് ചെയ്തത് ദാറ്റ് ഈസ് ഓൺ 1864, that is suggested by James Clerk Maxwell. He suggested that an accelerating electric charge can produce electromagnetic waves.
or if a charge is accelerating, they can produce variation in electric and variation in magnetic field, and this variation in electric and magnetic field can travel in free space with a velocity of 3 into 10 raised to 8 meter per second, and he named that as electromagnetic waves. So the variation of electric and magnetic field which is traveling in free space with a velocity of 3 into 10 raised to 8 meter per second. ഈ വെലോസിറ്റി അദ്ദേഹം കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1/√μ0 ഇൻറ്റു എപ്സിലോൺ 0 എന്നായിരുന്നു. ആൻഡ് μ0 യു നോ ദാറ്റ് ഈസ് ദ μ0 എപ്സിലോൺ 0 എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒന്നെന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസും മറ്റേന്ന് പറയുന്നത് പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസും ആണെന്ന് അറിയാം. സോ ദിസ് 1/√μ0 എപ്സിലോൺ 0 എന്ന് പറയുന്ന ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദോസ് വാല്യൂസ് ദർ വി വിൽ ഗെറ്റ് വി ഗെറ്റ് ദ ആൻസർ 3 into 10 raised to 8 meter per second, ദാറ്റ് ഈസ് സി. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ കാര്യം. പക്ഷേ അദ്ദേഹത്തിന് 1864 ഈവൻ ദോ ഹി പ്രൊപ്പോസ്ഡ് ഈസ് സജസ്റ്റഡ് അബൌട്ട് ദിസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഹി cannot generate that electromagnetic waves by himself. So after 22 years, Heinrich Hertz, he generated an electromagnetic wave. This was a very simple experiment. What he had done is, he passed an alternating current through a metal plate. ആ രണ്ട് മെറ്റൽ പ്ലേറ്റിൻ്റെ ഇടയിലും ചെറിയൊരു എയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ when an alternating current is passing through that one, they produced an electromagnetic wave, and he detected that electromagnetic wave by using a coil placed near to that experimental setup. ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൻ്റെ വീഡിയോ, ഈ എക്സ്പെരിമെൻറ്റിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഇന്ന് 4 മിനിറ്റിന് ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത് നിങ്ങൾ എന്തായാലും ഒന്ന് കാണണം. എന്നിട്ട് നിങ്ങൾക്ക് എന്താണതിൽ നിന്ന് കിട്ടിയത് എന്നുള്ള, എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതിൻ്റെ ചെറിയൊരു റൈറ്റിംഗ്, ഒരു 1 പാരഗ്രാഫ് റൈറ്റിംഗ് നിങ്ങൾ എഴുതി ഒരു അസൈൻമെൻറ്റായിട്ട് സബ്മിറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഫസ്റ്റ്ലി അത് ജനറേറ്റ് ചെയ്തത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഹെൻറിച്ച് ഹെർട്സ് ഹൗ ഈ ജനറേറ്റ് ദാറ്റ് മീൻ എൻ എ സി കറണ്ട്. എ സി കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചിങ് കറണ്ടാണ്. ചേഞ്ചിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ചിങ് ചാർജാണ്. ചാർജിനുണ്ടാവുന്ന ചേഞ്ചാണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ ആകുമ്പോൾ എന്താ, ആക്സറേറ്റിംഗ് ഇലക്ട്രിക് ചാർജായി. ചേഞ്ച് ഇൻ കറണ്ട് ഐ എന്ന് പറയുന്നത് dQ/dt ആണ്. ഓൾറെഡി ദർ ഈസ് ഹാപ്പനിങ് എ ചേഞ്ച് ഇൻ കറണ്ട്. അപ്പോൾ ചേഞ്ചിന് കറണ്ട് ഉണ്ടാവും എന്ന് പറയുമ്പോൾ എന്താ, ദർ ഹാപ്പനിങ് എ ആക്സലേഷൻ ഫോർ ദാറ്റ് ചാർജ്. ആ ആക്സലേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്ന് എന്തുണ്ടാകുന്നു, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ടാകുന്നു. ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അങ്ങനെ എക്സ്പെരിമെൻ്റലി ഫസ്റ്റ് ജനറേറ്റ് ചെയ്തത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എ വേരിയേഷൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ട്രാവലിംഗ് ത്രൂ ഫ്രീ സ്പേസ് വിത്ത് എ വെലോസിറ്റി ഓഫ് 3 into 10 raised to 8 meter per second. അപ്പോൾ ഈ മാക്സ്വെൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പറ്റി പറയുമ്പോൾ ലൈറ്റിനെ പറ്റി അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് വി നോ ലൈറ്റ് ഈസ് ഓൾസോ ട്രാവലിംഗ് ഇൻ ഫ്രീ സ്പേസ് വിത്ത് എ വെലോസിറ്റി ഓഫ് 3 into 10 raised to 8 meter per second. So we can say that light is an example of electromagnetic wave. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 3 into 10 raised to 8 meter per second ആണ്. പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസിയും അതിനനുസരിച്ച്, ഫ്രീക്വൻസി മാറുമ്പോൾ യു നോ വാട്ട് ഈസ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറയുന്നത് വെലോസിറ്റി ഡിവൈഡ് ബൈ വേവ് ലെങ്ത് ആണ്. ഫ്രീക്വൻസി മാറുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് മാറും, വേവ് ലെങ്ത് മാറും. അപ്പോൾ വെലോസിറ്റി അവിടെ ഫിക്സ്ഡ് ആണ് 3 into 10 raised to 8 meter per second. പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസിയും അതിനനുസരിച്ച് വേവ് ലെങ്ത്തും എവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും മാറാം. അപ്പോൾ അങ്ങനെ ഫ്രീക്വൻസിക്കോ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിൻ്റെയോ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ അതാത് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുക. സോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം മീൻസ് ഇറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലാണ് വരുന്നത് റേഡിയോ വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് റേസ്, ദെൻ ലൈറ്റ്, അൾട്രാവയലറ്റ് റേസ്, എക്സ് റേസ്, ഗാമ റേസ്. ഇതെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ അവിടെ ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാൻ വേരി ഫ്രം 10 raised to -16 meter to 10 raised to 8 meter. അപ്പോൾ വേവ് ലെങ്ത്ത് കുറവാണെങ്കിൽ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അതായത് ദ ഫ്രീക്വൻസി ക്യാൻ വേരി ഫ്രം 10 raised to 24 hertz to 10 raised to 1 hertz എന്നൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ 10 raised to 0 hertz വരെ തന്നെ വേരി ചെയ്യാം. അപ്പം ഈ ചാപ്റ്ററിൽ അവസാനം നിങ്ങൾ ഒരു കാര്യം പഠിക്കും. എന്താണെന്ന് വെച്ചാൽ എനർജി ഓഫ് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന്. അപ്പോൾ ഫ്രീക്വൻസി ഈസ് മോർ, ദ എനർജി വിൽ ബി മോർ. സോ ഇൻ ദിസ് കേസ് യു നോ gamma rays have the more frequency, so energy will be more for this gamma rays,
and after that X-ray, after that UV rays, after that light ray, then infrared ray, microwave ray, radio waves and something like that. അപ്പോൾ ലൈറ്റിനേക്കാൾ എനർജി കൂടുതലാണ് അൾട്രാ വയലറ്റ് റേസിന്. നിങ്ങൾക്കറിയാം അൾട്രാ വയലറ്റ് റേസ് കണ്ണിൽ കുറേ അടിച്ച് കഴിഞ്ഞാൽ കണ്ണിന് വേണമെങ്കിൽ ക്യാൻസർ വരാം, അതായത് അതിന് കുറച്ച് എനർജി കൂടുതലാണ്. പിന്നെ എക്സ്റേ വെൽഡിങ് എന്ന് പറയും, അതൊരു വെൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് എക്സ്റേസ് ഉപയോഗിച്ച് നമുക്ക് ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ട് മെറ്റൽ വെൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് എക്സ്റേക്ക് എന്തുണ്ട്, അതിനേക്കാൾ കൂടുതൽ എനർജി ഉള്ള സാധനമാണ് എക്സ്റേ എന്ന് പറയുന്നത്. പിന്നെ ഗാമാറേ എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ എനർജി ഉള്ളതാണ്. അതിന് ഈ ഗാമാറയ്ക്ക് വേണമെങ്കിൽ ഈ ഗാമാറേ നമ്മുടെ ശരീരത്തിൽ കൂടി പോവുകയാണെങ്കിൽ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള, സെൽ മീൻസ് നമ്മുടെ കോശങ്ങൾക്കുള്ളിലുള്ള ജീൻസിന് വരെ മ്യൂട്ടേഷൻ സംഭവിക്കാൻ മാത്രം ശക്തമായ സാധനമാണ് ഗാമാറേസ് എന്ന് പറയുന്നത്. ഈ ഗാമാറേസിന് എന്തിൻ്റെ ഉള്ളിൽ കൂടിയും കടന്നു പോകാനും പറ്റും. അതായത് എനർജി ഏറ്റവും കൂടുതലുള്ളത് അവിടെ ആർക്കാണ്, ഗാമാറേക്കാണ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി. വേവ് ലെങ്ത്തിൻ്റെയോ ഫ്രീക്വൻസിൻ്റെയോ റേഞ്ചിൽ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് വയ്ക്കുക. അതിനാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുക. അപ്പോൾ ഈ സ്പെക്ട്രം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചപ്പോഴാണ് നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുള്ള വാക്കായിരിക്കും 2G സ്പെക്ട്രം എന്നും 2G സ്പെക്ട്രം എന്നും പറയുന്ന വാക്ക്. ഇപ്പോൾ എന്താ ഈ 2G സ്പെക്ട്രം 3G സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ വേണ്ട ഇന്ത്യയിൽ ഒരുപാട് മൊബൈൽ കമ്പനികളുണ്ട്. അപ്പോൾ ഈ മൊബൈൽ കമ്പനികൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അവർക്ക് എന്ത് ചെയ്യണം, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുക, അവർ ഡാറ്റ ഏതിലേക്ക്, ഒരു വേവിലേക്ക് കപ്പിൾ ചെയ്തിട്ട് ആ വേവ് വഴിയായിരിക്കും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ഒരു 10 MHz എന്ന് പറയുന്ന ഫ്രീക്വൻസിയിലാണ് ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. 10 MHz ഫ്രീക്വൻസിയുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതേ ഫ്രീക്വൻസി ഉപയോഗിച്ച് മറ്റൊരു കമ്പനിയോട് ട്രാൻസ്ഫർ ചെയ്ത് എന്താ സംഭവിക്കുക, ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് പോകും, നമുക്കിതിനെ രണ്ടിനും വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ സംഭവിക്കുക, ദെൻ വാട്ട് വിൽ ഹാപ്പൻ ദർ, ഒരു പ്രത്യേക ഏരിയയിൽ അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ കേസിൽ ഒരു കൺട്രിയിൽ, ഒരു രാജ്യത്ത് ഒരു ഫ്രീക്വൻസി മുതൽ മറ്റ് ഫ്രീക്വൻസി വരെ റേഞ്ചിൽ ഒരു കമ്പനിക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നൊരു കാര്യം വരും. അപ്പോൾ അതിനാണ് നമ്മളോട് 2G സ്പെക്ട്രം ലേലം എന്ന് പറയുക. അതായത് ഇത്ര ഫ്രീക്വൻസി മുതൽ മറ്റ് ഫ്രീക്വൻസി വരെ ആർക്ക് ഉപയോഗിക്കണം, എ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ കമ്പനി അത് വാങ്ങും. മറ്റൊരു കമ്പനി എന്ത് ചെയ്യും, അടുത്ത ഫ്രീക്വൻസി മുതൽ മറ്റേ ഫ്രീക്വൻസി വരെയുള്ള അത്രയും റേഞ്ചിൽ അല്ലെങ്കിൽ അത്രയും ഫ്രീക്വൻസിയുള്ള വേവ്സിൽ ഉപയോഗിച്ച് ഡാറ്റ ട്രാൻസ്ഫറിങ് ഞങ്ങൾ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നുള്ളത് ആ കമ്പനി വാങ്ങും. അതിനെയാണ് നമുക്ക് എന്താ പറയുക, 2G സ്പെക്ട്രം ലേലം എന്ന് പറയുക. അതുപോലെ 3G സ്പെക്ട്രം എന്ന് പറയുന്നത്, 2G സ്പെക്ട്രം എന്ന് പറയുന്നത് എന്തായിരുന്നു, സെക്കൻഡ് ജനറേഷൻ മൊബൈൽ ഫോൺസിൻ്റെ ഡാറ്റ ട്രാൻസ്ഫറിനാണ്. അപ്പോൾ 3G സ്പെക്ട്രം എന്ന് പറയുമ്പോൾ തേർഡ് ജനറേഷനിൽ വരുമ്പോൾ കുറച്ചും കൂടി ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിന് 3G സ്പെക്ട്രം ഉപയോഗിക്കുന്നു. അപ്പോൾ അതിന് ശേഷം 4G സ്പെക്ട്രം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് സ്പെക്ട്രം. ഈ സ്പെക്ട്രം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നുള്ളൂ. അപ്പം സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ ഫ്രീക്വൻസിയുടെ അല്ലെങ്കിൽ വേവ് ലെങ്ത്തിൻ്റെ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ ആക്കി അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾക്കതിൽ 2 അസൈൻമെൻറ്റാണ് തരുന്നത്. 2 എണ്ണവും ഞാൻ എന്തിൽ ഇട്ടിട്ടുണ്ട്, ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരു വീഡിയോ കാണുക. ആ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ എന്താണ് മനസ്സിലായത്, ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെൻറി ഹെഡ്സിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ജനറേഷൻ്റെ അതിൻ്റെ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് എന്താ മനസ്സിലായത് എന്നുള്ള ചെറിയൊരു നോട്ട് എഴുതുക. പിന്നെ ഇന്ന് ഞാൻ എടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചെറിയൊരു നോട്ട് എഴുതുക. ഈ 2 നോട്ടും നാളെ നിങ്ങൾ ക്ലാസ് റൂമിലേക്ക്, ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ കാണിച്ചു തരികയും വേണം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.